പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇത് ഇരിങ്ങാലക്കുടയിലുള്ള കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇതവിടെ ക്ഷേത്രത്തിലെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉത്സവം നടക്കുന്നതിനിടയ്ക്ക് അവിടെ നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനകത്തുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യമാണിത്. അതിനകത്ത് നിൽക്കുന്നത് ആര്, എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം അന്വേഷിക്കേണ്ട കാര്യമാണ്. അത് അന്വേഷിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരും. എന്തായാലും ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് സ്ത്രീകളാണ്, ആ ക്ഷേത്രത്തിലെത്തിയ വിശ്വാസികൾ. അവിടെ എന്താണ് നടക്കുന്നത്? അവിടെ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ അകത്ത് ചുറ്റമ്പലം കാണാം, നാലമ്പലം കാണാം. ഇങ്ങനെ ഭഗവാന്റെ ആ ക്ഷേത്രത്തിൻ്റെ ആ പ്രധാന ഭാഗം കാണാൻ പറ്റും. അവിടെ അതിനകത്ത്, അതായത് ഈ മതിൽക്കെട്ടിനകത്ത്, ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനകത്താണ് ഈ മദ്യപാനം നടക്കുന്നത്. പരസ്യമായ മദ്യപാനം. മദ്യം കുപ്പിയിലാക്കി കൊണ്ടുവന്ന് അതിനകത്ത് വെച്ച് മദ്യപിക്കുന്നു. കൈമാറി മാറി മാറി പലരായി, 3, 4, 5 പേർ അവിടെ നിൽക്കുന്ന പലരുടെ കയ്യിൽ കൂടെയാണ് ഇത് പോകുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്, ഒരു ഗ്രൂപ്പാണ്, ഒരു വലിയ സംഘമാണ് ഈ ക്ഷേത്രത്തിനകത്തുള്ള മദ്യപാനം നടത്തുന്നത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. അത് വളരെ വ്യക്തമാണ് അതിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിനകത്ത് ഇത്തരത്തിൽ മദ്യപാനം നടത്തുമ്പോൾ അവിടുത്തെ ക്ഷേത്ര ഭരണസമിതി ആരാണ് ഭരിക്കുന്നതെന്ന് കൂടി നിങ്ങളോട് പറയാം. അത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ്. അതായത് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ് കേരളത്തിലെയും ഈ പറയുന്ന ഇവർ ഭരിക്കുന്ന സ്ഥലങ്ങളിലെയും ഒക്കെയുള്ള, ഇപ്പം വേറെ ഭരിക്കുന്നില്ലല്ലോ, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ എന്നുള്ളതാണ്. പല ക്ഷേത്രങ്ങളും ഇവർ ഈ രീതിയിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ഷേത്രങ്ങൾക്ക് ഒന്നും സംഭവിക്കുന്നില്ല. ക്ഷേത്രത്തിൻ്റെ മതിൽ കെട്ടിടിഞ്ഞോ? ഇല്ല. ക്ഷേത്രത്തിൻ്റെ കൊടിമരം തകർത്തോ? ഇല്ല. ക്ഷേത്രത്തിന് അകത്തുള്ള എന്തെങ്കിലും സാധനങ്ങൾ കാണാതെ പോയിട്ടുണ്ട്, മൊത്തം അടിച്ചുകൊണ്ട് പോയിട്ടുമുണ്ട്. അത് കോടതി വരെ ചോദിച്ചു ഇനി അവിടെ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന്. അങ്ങനെ പെട്ടെന്ന് കാണത്തക്ക രീതിയിലൊന്നും അടിച്ചുകൊണ്ട് പോകുന്നില്ല. ഭഗവാന്റെ വിഗ്രഹം അവിടെ ഉണ്ട്, അകത്തുള്ള ചടങ്ങുകളെല്ലാം ഉണ്ട്, ഭൂതഗണങ്ങളുണ്ട്, ഈ പറയുന്ന ഭഗവാന്റെ വിഗ്രഹത്തിൽ നിന്ന് അഭിഷേകം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്, അവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷേ ക്ഷേത്രം പതിയെ പതിയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇടതുപക്ഷത്തിൻ്റെ, കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു നീക്കമാണ് എന്നുള്ളത്. ഇരിഞ്ഞാലക്കുടയിലെ സ്ഥിതി ചെയ്യുന്ന ഈ പറയുന്ന കൂടൽമാണിക്യം ക്ഷേത്രം ആരുടെ പ്രതിഷ്ഠയാണ്? ഭരതൻ്റെ പ്രതിഷ്ഠയാണ്. ഭരതൻ്റെ പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രം. അതായത് 4 പേരാണ് രാമ സഹോദരന്മാരായിട്ട് അറിയപ്പെടുന്ന 4 പേർ. രാമനും 3 സഹോദരന്മാരും, രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. ഇവരുടെ 4 പേരുടെയും പേര് 4 ക്ഷേത്രങ്ങൾ, 4 അമ്പല ദർശനമൊക്കെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. തൃപ്രയാറിൽ ശ്രീരാമക്ഷേത്രമുണ്ട്, തിരുമൂഴിക്കുളത്ത് ലക്ഷ്മണൻ്റെ ക്ഷേത്രമുണ്ട്, പായമ്മൻ ശ്രീ ശത്രുഘ്നൻ്റെ ക്ഷേത്രമുണ്ട്. അതുപോലെയാണ് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ഭരതക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ വൈഷ്ണവ ആരാധനാക്രമത്തിൽ ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. നമുക്കറിയാം, കാവ് തീണ്ടുകയും മദ്യപിക്കുകയൊക്കെ ചെയ്യുന്ന ക്ഷേത്രങ്ങൾ, മദ്യപിച്ച് വന്നാൽ കുഴപ്പമില്ലാത്ത ക്ഷേത്രങ്ങൾ പോലും നമ്മളുടെ ആചാര സമ്പ്രദായത്തിലുണ്ട്. മദ്യം അഭിഷേകം ചെയ്യുന്ന ക്ഷേത്രം പോലുമുണ്ട്. അത് ഉപാസന ആരാധന വ്യത്യാസങ്ങളോടുകൂടി അതിൻ്റെ രീതിക്കനുസരിച്ചാണ് പോകുന്നത്. അവിടെ എന്ത് പാടില്ല, ഒരു കാരണവശാലും ഭക്തൻ മദ്യപിച്ച് മതോന്മത്തനാവുകയോ ചെയ്യുന്ന അവസ്ഥയൊന്നും ക്ഷേത്രങ്ങൾക്കകത്ത് കാണാൻ കഴിയില്ല. അത് അവിടുത്തെ ആചാരമാണ്. ആചാരങ്ങൾക്ക് പലവിധമായ കാര്യങ്ങളും കാരണങ്ങളുമുണ്ട്. വെള്ളായണി ദേവിയുടെ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന മധുപ്രസാദമാണ്. അത് കള്ളാണ്, തെങ്ങിൽ നിന്ന് എടുക്കുന്ന കള്ള്. അവിടെ കള്ള കുടമാണ് നമ്മൾ നിവേദിക്കുന്നത് തട്ടത്തിൽ വെച്ചിട്ട്. അത് പരമഭക്തിയോടുകൂടിയാണ് നമ്മൾ നൽകുന്നതും അത് തിരിച്ച് സ്വീകരിക്കുന്നതും നമ്മുടെ ആഹാരത്തിൻ്റെ ഭാഗമാക്കുന്നതും ഒക്കെ തന്നെ അത് ഭക്തിയോടുകൂടി പ്രസാദമായിട്ടാണ്. എന്നാൽ മദ്യപിച്ച് ഒരു ക്ഷേത്രത്തിനകത്ത് കയറുകയാണെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ എന്ത്, അവിടുത്തെ ആചാര രീതിയുണ്ട്, അവിടുത്തെ ഉപാസനാ രീതിയുണ്ട്, ഈ കാര്യങ്ങളെല്ലാം നോക്കേണ്ടതുണ്ട്. ഇത് വൈഷ്ണവ ആരാധനയുള്ള ക്ഷേത്രമാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇതുപോലെ നമ്മൾ കള്ളുകുടവുമായിട്ട് വെള്ളായണി ക്ഷേത്രത്തിൽ പോകും പോലെ പോകാൻ കഴിയില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ആരും ഈ പറയുന്ന പത്മനാഭനെ നിവേദിക്കാനായിട്ട് പൊങ്കാല ഇടാറില്ല. അത് ആറ്റുകാലാണ് ചെയ്യുന്നത്. പത്മനാഭസ്വാമിയുടെ നടയിൽ ചെന്നാലും തേങ്ങ ഉടയ്ക്കാറില്ല. അത് പഴവങ്ങാടി ഗണപതിക്കാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഇത്തരത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ആരാധനയാണുള്ളത്. ഇനി മണ്ടയ്ക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ മീൻ പ്രസാദം, അവിടെ അതിൻ്റെ പരിസരത്ത് തന്നെ അവർ മീനൊക്കെ ഭക്ഷിക്കുന്നത് കാണാൻ കഴിയും. അവിടെ എന്താണ്, അത് അവിടുത്തെ രീതിയാണ്. ഓരോ സ്ഥലങ്ങളിലും ഓരോന്നാണ്. ചാത്തന് നമ്മൾ മദ്യം എന്ത് ചെയ്യാറുണ്ട്, അവിടെ സമർപ്പിക്കാറുണ്ട്. മദ്യവും അതുപോലെ തന്നെ മാടൻ തമ്പുരാന് പുകയിലയും ഒക്കെ സമർപ്പിക്കാറുണ്ട്. ഇതെന്തിനാണ്?
ഇത് ഓരോരോ ആചാരങ്ങളുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ ക്ഷേത്രത്തിലും ഓരോ രീതിയിലാണ് പെരുമാറേണ്ടത് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളതാണ്. ഉത്തരേന്ത്യയിൽ പല ക്ഷേത്രങ്ങളിലും ഭാങ് പ്രസാദമാണ്. ഭാങ് അവിടെ നിന്ന് തന്നെ ഈ ഭഗവാൻ സമർപ്പിച്ചിട്ട് പ്രസാദമായിട്ട് കൊടുക്കുന്നു. ഭാങ് അഭിഷേകം ചെയ്യുന്നുണ്ട്. ഭാങ്ങിൻ്റെ ഇല അരച്ചിട്ട് ഭഗവാന്റെ രൂപം തയ്യാറാക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ വൈവിധ്യമായിട്ടുള്ള രീതിയിലുള്ളതുണ്ട്. അപ്പോൾ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള പല ആരാധനാ രീതികളും നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഭഗവാൻ ശിവൻ്റെ ക്ഷേത്രത്തിലാണ് ഇത്തരം ഭാങ്ങിൻ്റെ അതുപോലുള്ള കാര്യങ്ങളുടെ ഉപയോഗം വരുന്നത്. ദേവീക്ഷേത്രത്തിലാണ് മദ്യം പോലുള്ള കാര്യങ്ങളോ ഇല്ലെങ്കിൽ മാംസമൊക്കെ തന്നെ നേദിക്കുന്നതും ഇല്ലെങ്കിൽ അർപ്പിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അല്ലാത്ത സ്ഥലങ്ങളിൽ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള ആചാരങ്ങളില്ല. അവിടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. പൂർണ്ണ സാത്വികമായിട്ടുള്ള രീതിയിലെ ആരാധനാക്രമമാണ് വൈഷ്ണവ ക്ഷേത്രങ്ങളിലുള്ളത്. അപ്പോൾ ഇരിങ്ങാലക്കുടയിലുള്ള കൂടൽമാണിക്യം ക്ഷേത്രം എന്ന് പറയുന്നത് വൈഷ്ണവ രീതിയിൽ ആരാധന നടത്തുന്ന ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിനകത്താണ് അതിൻ്റെ ആചാരത്തിന് വിരുദ്ധമായിട്ട് അതിനകത്ത് നിന്ന് മദ്യപിക്കുന്നത്. ഇവർക്ക് എന്തുകൊണ്ടാണ് ഇവർ മദ്യപിക്കുന്ന ആൾക്കാരാണെങ്കിൽ ക്ഷേത്രത്തിനകത്ത് കയറിയെന്ന് തന്നെ ഇരിക്കട്ടെ മദ്യപിച്ചിട്ട് പുറത്തു നിന്ന് മദ്യപിക്കാമല്ലോ. അപ്പോൾ ഇതിനകത്ത് ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഈ ക്ഷേത്രം ഭരിക്കുന്ന ഇടതുപക്ഷമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ ക്ഷേത്രത്തിനകത്ത് 2000-ലേറെ പോലീസുകാരുടെ സുരക്ഷയോടുകൂടിയാണ് ഉത്സവം നടത്തിയത്. 2000-ലേറെ പോലീസുകാർ ചുറ്റും നിൽക്കുകയും ഡ്രോൺ അടക്കമുള്ള പരിശോധനയും പ്രത്യേക വോളണ്ടിയർമാരും ക്ഷേത്ര സമിതിയുടെ നേരിട്ടുള്ള നിരീക്ഷണവും ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ മദ്യപിച്ചത്? അത് സ്ത്രീകൾക്ക് അവസാനം ചോദ്യം ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പദ്ധതിയുടെ ഭാഗമായി ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റുകാർ നടപ്പിലാക്കുന്ന ഒരു ഗൂഢക്രിയയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ സ്ത്രീകൾക്ക് ചോദ്യം ചെയ്യേണ്ടി വരുന്നു ഈ മദ്യപിക്കാൻ ഇവർക്ക് പുറത്ത് ക്ഷേത്രത്തിന് പുറത്ത് പറമ്പുകളൊക്കെയാണോ ഇല്ലാത്തത്? അതിന് പുറത്തുള്ള മതിൽക്കെട്ടിന് പുറത്തുള്ള പറമ്പുകളില്ലേ? തോട്ടിൻ്റെ കരയില്ലേ? ഈ പറയുന്ന കുളത്തിൻ്റെ കടവില്ലേ? അവിടെയൊക്കെ പോയിരുന്നവർക്ക് മദ്യപിക്കാമല്ലോ. ഏതെങ്കിലും കുളത്തിൻ്റെ കടവാണ്, ക്ഷേത്രക്കുളത്തിന് പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഇവരെന്തുകൊണ്ടാണ് ക്ഷേത്രത്തിനകത്ത് മദ്യപിക്കുന്നത്? നേരത്തെ പറഞ്ഞ ആ പ്രൊപ്പഗൻഡ ഉണ്ടല്ലോ, അതവർ നടപ്പിലാക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാർ ആ പ്രൊപ്പഗൻഡ നടപ്പിലാക്കുകയാണ്. ക്ഷേത്രത്തിനകത്ത് ആചാരമോ വിധിയോ ഒന്നുമില്ലാത്ത ഒരു ക്ഷേത്രം, ഏത് വിധത്തിൽ മദ്യത്തിൻ്റെയോ മാംസത്തിൻ്റെയോ ഒരു നിവേദ്യമോ ഒന്നുമില്ലാത്ത ക്ഷേത്രത്തിനകത്ത് വന്നിരുന്നിട്ട് ഇവർ മദ്യപിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തെ തകർക്കുക, ക്ഷേത്രത്തിൻ്റെ ആചാര സംസ്കാര രീതികളെ ഇല്ലായ്മ ചെയ്യുക, ക്ഷേത്രം നശിപ്പിക്കുക എന്നുള്ളതാണ്. അത് അവരുടെ ഒരു ഗൂഢലക്ഷ്യമാണ്. പക്ഷേ ഈ പറയുന്ന ആൾക്കാർക്ക് അറിയില്ലല്ലോ, പക്കിയും പാറ്റയും ഒക്കെ ഉണ്ടല്ലോ, പറന്ന് തീയുടെ അടുത്തേക്ക് വരുന്നത് തീയെ അണയ്ക്കാമെന്നുള്ള ലക്ഷ്യം വെച്ചല്ല. ഒരു പക്ഷേ അങ്ങനെ ലക്ഷ്യം വെച്ച് വന്നാലും തീയെ അണയ്ക്കാൻ കഴിയില്ലല്ലോ, വെന്ത് കരിഞ്ഞു പോകുമെന്നേ ഉള്ളൂ. അപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് കമ്മ്യൂണിസ്റ്റുകാർ ആ തീ ശമിപ്പിച്ച് കളയാമെന്ന് വിചാരിച്ച് എത്ര വന്നാലും ശരി തന്നെ കത്തിക്കരിഞ്ഞു പോകുമെന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ കഴിയില്ല. സൂര്യനെ കെടുത്താമെന്ന് കരുതി പറക്കുന്ന ഈച്ചകളുണ്ടല്ലോ, അതാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ. അവർ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനെ നന്നാക്കാനല്ല, ഇതിനെ സംരക്ഷിക്കാനല്ല, ക്ഷേത്രങ്ങളെ തകർക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇടതു ഭരണം ഗവേഷണം ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്ര വളപ്പിനകത്ത് അവർ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ക്ഷേത്രത്തിനകത്ത് മദ്യപന്മാരുടെ ഒരു സംഘം വന്ന് കയറുകയും അവർ മദ്യപിക്കുകയും ചെയ്യുന്നത്. ഇത് ഏറെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ ജനങ്ങളായ നമുക്ക് ഇല്ലെങ്കിൽ വിശ്വാസികൾക്ക്, വിഷ്ണുഭക്തർക്ക്, വൈഷ്ണവർക്ക് ഒന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. നാരായണ പരമ്പര ഇല്ലെങ്കിൽ ശ്രീരാമൻ സഹോദരൻ്റെ ക്ഷേത്രമാണത് എന്ന് പറയുമ്പോൾ വൈഷ്ണവ രീതിയിലുള്ള ആരാധന തന്നെയാണ് അവിടെ ഉള്ളത്, ശൈവ രീതിയോ ശക്തയ രീതിയോ അല്ല. എന്നിട്ട് പോലും അത്തരത്തിലുള്ള ക്ഷേത്രത്തിൽ ഈ പറയുന്ന ഒരു കാര്യങ്ങളും, ശൈവക്ഷേത്രത്തിൽ പോലും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കേരളത്തിലെ ഉത്തരേന്ത്യയിലെ അപൂർവം പ്രതിഷ്ഠയുടെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ശാക്തേയ ക്ഷേത്രങ്ങൾ വൈവിധ്യമാർന്ന ക്ഷേത്രങ്ങളുണ്ട്. അവിടെ ഇത്തരത്തിൽ ദേവിയുടെ ഭാവം ഏത് എന്ന് നോക്കിയതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങൾ അർപ്പിക്കുന്നത്. അല്ലാത്ത ഒരിടത്തും അർപ്പിക്കാൻ പറ്റില്ല. ദേവി സരസ്വതി ഭാവത്തിലാണെങ്കിൽ അവിടെ മദ്യമെന്നല്ല, മദ്യപിക്കുന്നവൻ പോലും അടുത്ത് വരാൻ പാടില്ല എന്നാണ്. അത്രയ്ക്ക് ശുദ്ധമായിട്ടാണ് ഈശ്വര ചൈതന്യത്തെ കണക്കാക്കുന്നത്. സനാതന ധർമ്മ സംവിധാനത്തിനകത്ത് ആ രീതിയിലാണ് പോകുന്നത്. അതിനെ അട്ടിമറിക്കുക എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ലക്ഷ്യമാണ്, അജണ്ടയാണ് നമ്മുടെ മുമ്പിലുള്ളത്. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കണ്ടതും മറ്റൊന്നല്ല. ഇതിനെ വളരാൻ അനുവദിച്ചുകൂടാ. ഈ രീതിയിലുള്ള പ്രക്രിയകൾ ഇവർ നടത്തുന്നത് വലിയ അജണ്ടയുടെ ഭാഗമായിട്ടാണ്, പ്രൊപ്പഗൻഡയുടെ ഭാഗമായിട്ടാണ്. പ്രതികരിച്ചില്ലെങ്കിൽ ഇത് സർവനാശത്തിലേക്കാണ് വഴിവെക്കാൻ പോകുന്നത്. ഇസ്ലാമികമായ പ്രൊപ്പഗൻഡകൾ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും
മുസ്ലിം ലീഗുമൊക്കെ പടച്ചു വിടുകയും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ആരംഭം കുറിച്ചിരിക്കുന്ന ഈ കാലത്ത് നമ്മുടെ ക്ഷേത്രങ്ങൾ നമ്മൾ സംരക്ഷിക്കുകയും നമ്മുടെ ശക്തി നമ്മൾ തന്നെ സ്വയം ഊർജ്ജമായി സ്വീകരിച്ച് അതിനെ നിലനിർത്തുകയും ചെയ്തില്ലെങ്കിൽ വലിയ അബദ്ധം നമ്മുടെ സമൂഹത്തിനുണ്ടാകും, സമാജത്തിനുണ്ടാകും. ആ നാശത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടുക തന്നെ വേണം. അത് ഹൈന്ദവ സമൂഹമായിട്ടുള്ള ആർജവം കാണിക്കുക തന്നെ വേണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.